സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം വെളിച്ചെണ്ണയിൽ 500 രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ വില വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 340 വരെയാണ് ഈ ഓണവിപണിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അത് കുറച്ചുകൂടി വില കൂടാനുള്ള സാധ്യത പലയിടത്തും കാണുന്നുണ്ട്. ഏതായാലും കൊപ്രയുടെ അളവ് ലഭ്യത വളരെ കൂടുതലാണ് ഇത്തവണ. കഴിഞ്ഞ തവണ വിപണിയിൽ കൊപ്ര വളരെ കുറച്ചാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂഴ്ത്തിവയ്പ് വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു. അതിനെ തുടർന്നാണ് എണ്ണവില ഇത്രയും ഉയർന്നത്. പിന്നീട് തന്നെ വീടുകളിൽ വെളിച്ചെണ്ണയല്ലാതെ മറ്റ് എണ്ണകൾ ഉപയോഗിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായി. സൺഫ്ലവർ ഓയിലടക്കം ഉപയോഗിക്കുന്ന സാഹചര്യമായി. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നില്ല. പക്ഷേ ഉൽപ്പാദനം കൂടിയത് കൊണ്ടാണ് അതിന് ഒരു പ്രധാനമായും ഇത്തരത്തിലൊരു തടയിടാൻ സാധിക്കുന്നത്. അതായത് 340 രൂപ വരെ വില എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും 500ലേക്ക് പോകാത്ത അവസ്ഥയിലേക്ക് പോയത് ഇത്തവണ കൂടുതൽ തേങ്ങ ഉൽപ്പാദനം കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. സംസ്ഥാനങ്ങളുടെ കണക്കിൽ 3-ാം സ്ഥാനത്ത് ഉൽപ്പാദനം നടത്തി എത്തി ഇത്തവണ കേരളം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ കൊപ്ര പൂഴ്ത്തിവെക്കുന്ന സാഹചര്യം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലും അത് തുടരുന്നുണ്ട്. അതുകൊണ്ട് ഓണം വിപണിയെ ലക്ഷ്യമിട്ട് വില കൂട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ കേര പോലുള്ള വെളിച്ചെണ്ണ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ വിലയിൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാനാകും. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം വലിയ തോതിൽ കൊപ്ര എടുക്കുന്നതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ അത് എടുക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് വില കൂടുതൽ ഉണ്ടായതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു നിയന്ത്രിതമായ ഒരു വിലയിലാണ് പോകുന്നത്. വില കൂടുതൽ തന്നെയാണ്. 280 രൂപയിൽ നിന്ന് 340 രൂപ വരെ വളരെ വേഗത്തിൽ ഒരാഴ്ച കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തന്നെ ഇനി വരുന്ന ദിവസം കൂടി ചെറിയ രീതിയിൽ മാത്രം ഉയരുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. ഏതായാലും 500ലേക്ക് എത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഏതായാലും ഓണവിപണിയെ ലക്ഷ്യമാക്കി ഇപ്പോഴും വെളിച്ചെണ്ണ വിലയിൽ ഒരു ആശങ്ക നിലവിലില്ലെങ്കിൽ പോലും ഇനി പൂഴ്ത്തിവയ്പ് വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യം കാണേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.